മലപ്പുറം ജില്ലയിലെ കൂരിയാട് ഇന്നലെ നാഷണൽ ഹൈവേയുടെ കൺസ്ട്രക്ഷൻ നടന്നു വരുന്ന ഭാഗത്ത് ഒരു ബ്രീച്ച് ഉണ്ടായി. സർവീസ് റോഡും മെയിൻ കാരിയേജ് വേക്കും ഡാമേജ് ഉണ്ടായി. അത് വളരെ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്, ജനങ്ങളുടെ സുരക്ഷിതത്വത്തിനെ ബാധിക്കുന്ന കാര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും ഇങ്ങനെ സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി എന്ത് മുൻകരുതലുകൾ എടുക്കണം എന്നതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പ്രോജക്ട് ഡയറക്ടർ അൻഷുൽ ശർമ്മ, അതുപോലെ ജില്ലാ പോലീസ് മേധാവി, RTO, ADM, PWD NH എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ഈ പ്രദേശത്തെ MLAമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺ എന്നിവരുടെ ഒരു മീറ്റിംഗ് നടന്നിരുന്നു. ഈ സംഭവത്തിനെ പറ്റി ഒരു പ്രിലിമിനറി അസസ്മെൻറ്റ് മാത്രമാണ് നമ്മുടെ കയ്യിൽ ഇപ്പോഴുള്ളത്. ഇതൊരു പാഡി ലാൻഡ് വഴി പോകുന്ന ഒരു പുതിയ കൺസ്ട്രക്ഷനാണ്. ആ പാഡി ലാൻഡിൽ വളരെയധികം എർത്ത് ഡിപ്പോസിറ്റ് ചെയ്താണ് നാഷണൽ ഹൈവേ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് പാഡി ലാൻഡിൽ ഒരു ബഡ്ജിങ് ഉണ്ടാവുകയും അത് റോഡിനെ ബാധിച്ചു എന്നാണ് ഇനിഷ്യലായിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച് വിശദമായിട്ട് അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു എക്സ്പേർട്ട് ഗ്രൂപ്പിനെ നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെ ഒരു ഇൻഡിപെൻഡൻറ്റ് എക്സ്പേർട്ട് ഗ്രൂപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എക്സ്പേർട്ട് ഗ്രൂപ്പ് 3 അംഗ എക്സ്പേർട്ട് ഗ്രൂപ്പ് നാളെ തന്നെ ഈ സ്ഥലം സന്ദർശിച്ച് നാളെ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതാണ് എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ എക്സ്പേർട്ട് ഗ്രൂപ്പിൻ്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷം എന്ത് രീതിയിലാണ് മുൻകരുതലുകൾ എടുക്കേണ്ടത്, ഏത് രീതിയിലാണ് അവിടെ കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കും. എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്നുള്ളതും തീർച്ചയായിട്ടും എക്സ്പെർട്ടിൻ്റെ ഒപ്പീനിയൻ കൂടെ കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഇന്നലെ വലിയൊരു ദുരന്തമുണ്ടാകാതെ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകില്ലെന്നും വളരെ സേഫായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് തന്നിട്ടുണ്ട്. ഈ ഭാഗത്ത് എന്ത് രീതിയിലാണ് ഫർദറായിട്ട് കൺസ്ട്രക്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിലും NHI തീരുമാനം എടുക്കുന്നതായിരിക്കും. ഇത് പാഡി ലാൻഡിലൂടെ കടന്നു പോകുന്നതായതുകൊണ്ടും പാഡി ലാൻഡിലൂടെ വളരെയധികം എർത്ത് ഡിപ്പോസിറ്റ് ചെയ്തുണ്ടായതുകൊണ്ടും പാഡി ലാൻഡിൽ ഒരു ബഡ്ജിങ് ഉണ്ടാകുകയും ആ ബഡ്ജിങ് ഈ പാസ് ചെയ്യുന്ന റോഡിനെ ബാധിച്ചു എന്നാണ് പ്രിലിമിനറി ആയിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിനെ സംബന്ധിച്ച് കാരണങ്ങളെ സംബന്ധിച്ച് വിശദമായി എക്സ്പെർട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രമേ കാരണത്തിനെ പറ്റി നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഈ മീറ്റിങ്ങിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പ്രോജക്ട് ഡയറക്ടർ അൻഷുൽ ശർമ്മ പങ്കെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയനും ചോദിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ദീർഘദൂര യാത്രക്കാരെ സംബന്ധിച്ചൊരു വളരെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഡൈവേർഷന് വേണ്ടി പോലീസും RTOയും ചേർന്ന് അവരുടെ സജഷൻ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡൈവേർഷന് ബോർഡുകൾ വെച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ഡൈവേർട്ട് ചെയ്യുന്ന റൂട്ടുകളിൽ പാർക്കിംഗ് ഒഴിവാക്കി സ്മൂത്തായിട്ട് പോകുന്നതിന് വേണ്ടി ആലോചിക്കും. നാളെ എക്സ്പേർട്ട് പരിശോധിച്ചതിന് ശേഷം ഡാമേജ് ആവാത്ത റൈറ്റ് ഹാൻഡ് സൈഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം, സർവീസ് റോഡ്, റൈറ്റ് ഹാൻഡ് സൈഡ് സർവീസ് റോഡ് നാളെ എക്സ്പേർട്സ് പരിശോധിച്ച ശേഷം 2-3 ദിവസം കൂടെ വാച്ച് ചെയ്തതിന് ശേഷം ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിലും തീരുമാനമെടുക്കും. പക്ഷേ ഡൈവേർഷന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഡൈവേർഷൻ ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും പരമാവധി ബുദ്ധിമുട്ട് ഒഴിവാക്കി കൺജക്ഷൻ ഒഴിവാക്കിയുള്ള ഡൈവേർഷനുള്ള നടപടികളായിരിക്കും സ്വീകരിക്കുന്നത്. അത് ഇൻഡിപെൻഡൻറ്റ് എക്സ്പെർട്സാണ്. ഈ റോഡ് കൺസ്ട്രക്ഷൻ മേഖലയിലെ 3 എക്സ്പെർട്സ് ഉള്ള ഒരു കമ്മിറ്റിയാണ്. അവർ NHIയുടെ ഉദ്യോഗസ്ഥരല്ല, ഇൻഡിപെൻഡൻറ്റ് എക്സ്പെർട്സാണ്. ആരുടെ ഒപ്പീനിയനും സ്വീകരിക്കാനോ അല്ലെങ്കിൽ നിർമ്മാണത്തിന്റെ ഘട്ടത്തിൽ ആരെയും പരിഗണിക്കാനോ തയ്യാറാവുന്നില്ല എന്നാണ്. അതാണ് ഇങ്ങനെ ഒരു വീഴ്ചയ്ക്ക് കാരണം എന്ന് പറയുന്നത്. പലപ്പോഴും അത് ജില്ലാ വികസന സമിതിയുടെ ശ്രദ്ധയിൽ പലവട്ടം പെടുത്തിയതാണ്. പക്ഷെ അതൊരിക്കലും പരിഗണിച്ചില്ല എന്നാണ് നേതാക്കന്മാരെല്ലാം ഉന്നയിക്കുന്ന കാര്യം. ബഹുമാനപ്പെട്ട MLAമാരും ജനപ്രതിനിധികളും ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും വാട്ടർ ലോഗിങ്ങും കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് ചില റോഡുകൾ തടസ്സപ്പെടുത്തി ഒന്നിലധികം സ്ഥലങ്ങളിൽ അണ്ടർപാസ് കൊടുക്കണം അല്ലെങ്കിൽ ഓവർപാസ് കൊടുക്കണം, ഇങ്ങനെയുള്ള പരാതികളാണ് പൊതുവെ ഉന്നയിക്കുന്നത്. അപ്പോൾ അണ്ടർപാസും ഓവർപാസും കൊടുക്കുന്നത് സംബന്ധിച്ച് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് പ്രത്യേക സ്റ്റാൻഡേർഡ് ഉണ്ട്. അതനുസരിച്ച് മാത്രമേ സാധിക്കുകയുള്ളൂ. വാട്ടർ ലോഗിങ് എന്നുള്ള പ്രശ്നവും നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട് പല സ്ഥലത്തും. അതിന് പലതരം കാരണങ്ങളുണ്ട്.
അപ്പോൾ തീർച്ചയായിട്ടും കൺസ്ട്രക്ഷൻ ശാസ്ത്രീയമായി തന്നെ ഏറ്റവും നല്ല രീതിയിലുള്ള കൺസ്ട്രക്ഷൻ തന്നെയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ചെയ്യുന്നത് എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇത്തരം സംഭവങ്ങൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് അന്വേഷിക്കേണ്ടത് ആവശ്യമാണ്. പാഡി ലാൻഡിലൂടെ കൺസ്ട്രക്ഷൻ നടത്തുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ടുള്ള ഗ്രൗണ്ട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും എക്സ്പെർട്സിൻ്റെ ഒപ്പീനിയൻ വെച്ചിട്ട് നമുക്ക് പരിശോധിക്കാം. എക്സ്പെർട്സ് എന്താണ് സജസ്റ്റ് ചെയ്യുന്നത് നോക്കിയിട്ട് അതനുസരിച്ചുള്ള നടപടികൾ നമുക്ക് സ്വീകരിക്കാം. തീർച്ചയായിട്ടും അതിൻ്റെ കാരണം അങ്ങനെ ഒരു വിവരം അറിഞ്ഞു. അത് പരിശോധിച്ചതിന് ശേഷം ഇപ്പോൾ പ്രോജക്റ്റ് ഡയറക്ടർ തന്നെ അങ്ങോട്ട് പോയി അത് പരിശോധിക്കും. അതിനുശേഷം എന്താണ് കാരണമെന്ന് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് നടപടികൾ സ്വീകരിക്കും. അതെ അതെ നമ്മൾ 99% കൺസ്ട്രക്ഷൻ നമ്മുടെ ജില്ലയിൽ പൂർത്തിയായി. പക്ഷേ അപകടം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. ജനങ്ങളുടെ ജീവന് സുരക്ഷിതമായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോഴൊരു പക്ഷേ കൺസ്ട്രക്ഷൻ എന്തെങ്കിലും റീഡൂ ചെയ്യണമെങ്കിൽ, മാറ്റി ചെയ്യണമെങ്കിൽ, വേറെ രീതിയിൽ ഒരു എഞ്ചിനീയറിംഗ് സജഷനാണ് തരുന്നതെങ്കിൽ അതും ചെയ്യേണ്ടി വരും. അതിന് കാലതാമസം ഉണ്ടായാൽ പോലും പക്ഷെ അത് ചെയ്യേണ്ടി വരും. ഏറ്റവും സുരക്ഷിതമായിരിക്കണം, റോഡ് സുരക്ഷിതമായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. എക്സ്പെർട്സിൻ്റെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം നമുക്ക് സമയപരിധി ഫിക്സ് ചെയ്യാം. എന്താണ് എക്സ്പെർട്ട് സജസ്റ്റ് ചെയ്യുന്നത് നോക്കിയിട്ട്, ഏത് തരത്തിലുള്ള കൺസ്ട്രക്ഷനാണ് അവിടെ സജസ്റ്റ് ചെയ്യുന്നത്, എന്താണ് റീസൺസ്, അത് പരിശോധിച്ച ശേഷം നമുക്ക് സമയപരിധി. നാളെ സന്ദർശിക്കും. അവർ നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ് കൊടുക്കുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് എക്സ്പെർട്സിനെ ചുമതലപ്പെടുത്തുന്നത്. പേര്, രണ്ടുപേരുടെ പേര് നമുക്കറിയാം അല്ലേ? യു നോ നെയിംസ് ഓഫ് 2 persons in the expert groups. Yes, he can. Their names? Dr. Anil Dixit from Jaipur. And Dr. Jimmy Thomas from Cochin. Jimmy Thomas. ഡോക്ടർ ജിമ്മി തോമസ്. അവർ രണ്ടുപേരും ഈ ഫീൽഡിൽ റോഡ് കൺസ്ട്രക്ഷൻ മേഖലയിലെ എക്സ്പെർട്സ് ആണ്. മൂന്നാമത്തെ ആളിൻ്റെ പേര് നമുക്കറിയില്ല. രണ്ടുപേരുടെ പേരാണ് കിട്ടിയത്. ജയ്പൂരിൽ നിന്ന് ജിമ്മി തോമസ്, കൊച്ചിൻ. മൂന്നാമത്തെ ആളുടെ പേര് ഇപ്പം ലഭ്യമല്ല, അറിയിക്കും. വളരെയധികം മണ്ണ് അവിടെ ഡിപ്പോസിറ്റ് ചെയ്തു, വലിയ ഹ്യൂജ് ലോഡ്. അത് ബിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഗ്രൗണ്ട് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തെന്നുള്ള കാര്യമാണ് ആലോചിക്കേണ്ടത്. വാട്ടർ സീപ്പേജ് ഉണ്ടായി, ചില വിള്ളലുകളിലേക്ക് വെള്ളം നിറയുകയും ഒക്കെ ഉണ്ടായി. ആ പാഡി ലാൻഡിന് ഒരു ബഡ്ജിങ് ഉണ്ടായി. പക്ഷെ അത് ഈ മണ്ണ് ഡിപ്പോസിറ്റ് ചെയ്ത് ഈ കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കണം പാഡി ലാൻഡിലെ ബഡ്ജിങ് ഉണ്ടായത്. അപ്പോൾ അതിന് സഫീഷ്യൻ്റായ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്, ഗ്രൗണ്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ, അത് ശരിയാണോ എന്നുള്ള കാര്യമാണ് പരിശോധിക്കുന്നത്. അക്കാര്യം നമ്മൾ എക്സ്പെർട്സ് പറയുമ്പോൾ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഇങ്ങനെ എല്ലാ ജനങ്ങളുടെ ആശങ്ക അകറ്റുന്ന രീതിയിലായിരിക്കണം. നമ്മുടെ നാഷണൽ ഹൈവേ നിലനിൽക്കുന്ന പെർമനൻ്റ് ആയിട്ടുള്ള കൺസ്ട്രക്ഷനാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇനി അതിന് ആ പരിഹാരം കണ്ട് പരിഹരിച്ച് റോഡ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മുൻകരുതൽ എടുത്തുകൊണ്ട് എല്ലാ എക്സ്പെർട്സിൻ്റെ ഒപ്പീനിയൻ എടുത്തുകൊണ്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ആയിരിക്കും ചെയ്യുന്നത്. അത്തരം ഏത് രീതിയിലുള്ള പ്രൊട്ടക്ഷനാണ് കൊടുക്കേണ്ടത് എന്ന് എക്സ്പെർട്സ് പറയുന്ന രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടി വരും.
എന്താണ് ഓരോ സ്ഥലത്തിനും അനുയോജ്യമായ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. Experts ഈ മേഖല മാത്രമാണ്. ചില വേറെ എവിടെയെങ്കിലും നാളെ വരുന്ന എക്സ്പെർട്ട് ഗ്രൂപ്പ് ഈ ആക്സിഡൻ്റ് ഉണ്ടായ മേഖലയാണ് പരിശോധിക്കുന്നത്. തീർച്ചയായിട്ടും ജനങ്ങൾ ഉന്നയിച്ച മറ്റ് ആശങ്കകളും തീർച്ചയായിട്ടും നമ്മൾ ചർച്ചയ്ക്ക് വെച്ചിട്ടുണ്ട്. വാട്ടർ ലോഗിംഗ് അടക്കമുള്ള ജനങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് ജനങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളിൽ നമ്മൾ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഒപ്പീനിയൻ വാങ്ങിച്ചിട്ടുണ്ട്. അതിന് പുറമെ വീണ്ടും ഇക്കാര്യങ്ങളിൽ ജനപ്രതിനിധികളും പ്രദേശവാസികളും ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ എല്ലാം തന്നെ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നു. As the DC sir informed that due to the overburden hydrostatic pressure, the bulging of paddy field happened, which created a cavity, and that our soil field was collapsed in the cavity. So that's how the events transpired there. And the expert committee will be visiting tomorrow, and after their report, we will be taking the permanent measures which they will suggest. So what are the conclusions of National Highway Authority regarding this accident? What actually leads to this accident? Same thing. When we made the embankment, so once the rain happens, the water rises through capillary action. The water rises in the soil, which created the pore water pressure. So when pore water, that pressure, additional overburden pressure is exerted to the foundation. So that pressure which was exerted, that carried through below the foundation and went to the paddy field. And paddy field, the soil bulged out. When that pressure it has taken and it bulged out, that created the cavity. See, this is the level. If it bulged out, it will create a hole here. That cavity, once it is created, that which our embankment soil sank in. the water logging issue is It is a wetland area, water logging area. So appropriate technology means retaining walls were built, but that soil bearing capacity of paddy field could not be ensured, which bulged out outside our arbor, which led to that failure. do you think the reconstruction will be recommended? Do you think so? As per the recommendation of our expert committee, whatever measures they will recommend, that it has to be taken and it has to be reconstructed. Some people say that the viaduct was adjusted there. Was there any suggestion like that? I am not aware of that. Actually, the people were saying that primarily there were so many complaints regarding this construction that people are saying that they are actually of the opinion that some kind of unscientific constructions are happening there. So, but the National Highway Authority is not listening to them. So that's what is said. No, not in our. I am not aware of any unscientific construction.